നിയമ നടപടികൾ സ്വീകരിക്കുക മാത്രമല്ല ആ നാടകം ഞങ്ങളുടെ പൊതുസമ്മേളന വേദിയിൽ നാളെ പ്രദർശിപ്പിക്കും എന്നുകൂടി ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ അനുബന്ധ പരിപാടികളുടെ കൂട്ടത്തിലാണ് മിസ എന്നു പേരുള്ള ഒരു നാടകം ഇവിടെ അവതരിപ്പിച്ചത്. ആ നാടകത്തിലെ നായിക കഥാപാത്രം അവതരിപ്പിച്ച ചില പ്രത്യേക ദൃശ്യങ്ങൾ മാത്രം വെട്ടിയെടുത്ത് പ്രത്യേക ലക്ഷ്യത്തോടുകൂടി അത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഡിവൈഎഫ്ഐക്കെതിരായിട്ടുള്ള ഒരു അപവാദ പ്രചരണമായി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഞങ്ങൾ ഇന്നലെ വിശദീകരിച്ചിരുന്നു. മിസ എന്ന് പറയുന്ന നാടകം രാജ്യത്ത് 77-ൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങി മരണപ്പെട്ടുപോയ വിഖ്യാത നടി, അപ്പോൾ അവരുടെ ജീവിതം വരച്ചു കാട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ ഒരു നാടകത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ തികച്ചും സദാചാരത്തിൻ്റെ കണ്ണിൽ കൂടി അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ഡിവൈഎഫ്ഐ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ അതിൽ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് ആദ്യമേ പറയാനുള്ളത്. നിയമ നടപടികൾ സ്വീകരിക്കുക മാത്രമല്ല ആ നാടകം ഞങ്ങളുടെ പൊതുസമ്മേളന വേദിയിൽ നാളെ പ്രദർശിപ്പിക്കും എന്നുകൂടി ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുകയാണ്. അടിയന്തരാവസ്ഥ 77-ൽ പ്രഖ്യാപിച്ച് രാജ്യത്തെ നിരവധി മാധ്യമപ്രവർത്തകരെയും കലാകാരന്മാരെയും എഴുത്തുകാരെയും ഒക്കെ വേട്ടയാടിയ വലിയ ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോഴും ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുകൂടി ഈ നാടകത്തിൻ്റെ പ്രസക്തി വിളിച്ചു പറയുന്നുണ്ട്. കാരണം നിരവധി മാധ്യമപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, സിനിമക്കാർ എല്ലാം വെട്ടയാടപ്പെട്ട ഒരു കാലമാണ്. സ്റ്റാൻ സ്വാമി അതിക്രൂരമായി ഭരണകൂട ഭീകരതയുടെ ഭാഗമായി കൊലയപ്പെട്ട, മരണം ഏറ്റുവാങ്ങേണ്ടി വന്ന അനുഭവമുണ്ട്. ഗൗരി ലങ്കേഷിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് വെടിയേറ്റ് മരിക്കേണ്ടി വന്ന അനുഭവമുണ്ട്. ഗോവിന്ദ ബൻസാരിയും കലബുർഗിയൊക്കെ വെടിയേറ്റ് മരിച്ച ഇന്ത്യയാണ്. അപ്പോൾ വർത്തമാന ഇന്ത്യയുടെ അനുഭവങ്ങൾ കൂടി വിവരിക്കുന്ന, അതിലേക്കൂടി രാഷ്ട്രീയ ഉള്ളടക്കത്തോട് പ്രവേശിക്കുന്ന ഒരു നാടകത്തെ തികച്ചും അങ്ങേയറ്റം ഹീനമായ നിലയിൽ വ്യാഖ്യാനിച്ച് ഡിവൈഎഫ്ഐക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം തള്ളിക്കളയണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നമ്മളോട് സംസാരിച്ചപ്പോൾ രാവിലെ പറഞ്ഞ അവർ രാഷ്ട്രീയം ചർച്ച ചെയ്യും. അതിലെ രാഷ്ട്രീയം ഇപ്പോൾ പറഞ്ഞത് വേറെ ഒറ്റ കാര്യം നിങ്ങൾ മാധ്യമങ്ങൾ കാണണം. അതിനാണ് പറയുന്നത്. ഇത് രതീഷ് പി കെ എന്ന് പറയുന്ന ഒരു ഹാൻഡിലാണ്, കോൺഗ്രസിന്റെ ഒരു ഹാൻഡിലാണ്. ഇതിലെ ശബ്ദം നിങ്ങൾ നോക്ക്. ഈ പാട്ടാണ് കൊടുക്കുന്നത്, നിങ്ങൾ കണ്ടു കാണും. ഇതിൽ ഞങ്ങളുടെ ഇങ്ങനെ കൊടുക്കുക, ഇത്രയും ആളുകളായിട്ട് വേറെ പാട്ടിട്ട് വക്രീകരിച്ച് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കന്മാരുടെയും ഇടതുപക്ഷ നേതാക്കന്മാരുടെയും ഒക്കെ ചിത്രം കൊടുത്ത് കാണുന്നില്ല നിങ്ങൾ, വക്രീകരിച്ച് ഇവർ ഓരോരുത്തരുടെയും ഇംഗിതത്തിന്, അവരുടെ മനോവൈകൃതത്തിനനുസരിച്ച് ഇതിനെ അങ്ങ് പ്രചരിപ്പിക്കുക. എന്നിട്ട് ഞങ്ങളുടെ സമ്മേളനത്തെ മോശമാക്കി കാണിക്കുക, ഡിവൈഎഫ്ഐയെ മോശമാക്കി കാണിക്കുക. അതിൻ്റെ രാഷ്ട്രീയമൊക്കെ സഖാവ് സനോജ് ഇവിടെ സൂചിപ്പിച്ചു. ഈ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട പ്രസക്തമായ ഈ കാലഘട്ടത്തിൽ ഒരു ആവിഷ്കാരത്തെ എന്തിനാണ് ഇങ്ങനെ ചിത്രീകരിക്കുന്നത്? ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും BJPയുടെയും ഒക്കെ നേതാക്കളാണ് ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത്. ഇത് ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജെറോമിൻ്റെ ഫോട്ടോ വെച്ച് ടൈപ്പ് ചെയ്തത്. ഒരു കമൻറ്റ്, എൻ്റെ പോസ്റ്റിനടിയിലുള്ള കമൻറ്റ് PK ശ്രീമതി ടീച്ചറെ കുറിച്ചാണ്. എന്താ ഇവിടെ നടക്കുന്നത്? ഇതിനൊരു നിയന്ത്രണം വേണ്ടേ? എന്ത് തോന്നിവാസവും വിളിച്ചു പറയുന്ന തരത്തിലേക്ക് എങ്ങനെയും ഒരു കലാകാരിയെ അപമാനിക്കുകയും അതുപോലെ തന്നെ ഇതിനെ മറ്റ് ചിത്രങ്ങളിൽ വെട്ടിയൊട്ടിച്ച് പല രീതിയിൽ പ്രചരിപ്പിക്കുക ഈ സോഷ്യൽ മീഡിയയിലൂടെ. ഇതിന് കയറൂരി ഇട്ട് കൊടുക്കുക. VD സതീശൻ്റെ ടീം, സോഷ്യൽ മീഡിയ ടീം MDMA സംഘമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കോർഡിനേറ്റർമാർ ഈ MDMA ലഹരി മാഫിയ സംഘമാണ് ഈ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്നത് എന്ന്.
ആ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സംഘമാണോ ഇങ്ങനെ ഹീനമായ വൃത്തികെട്ട ഈ പ്രചരണം നടത്തുന്നത്? എന്താ അവരുടെ ഉദ്ദേശം? നിയന്ത്രിക്കണ്ടേ ഇത്? ഞങ്ങൾ എത്ര തവണ പറയുന്നു. തിരുവനന്തപുരത്ത് നമുക്കറിയാലോ, മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം, ആ പെൺകുട്ടി ഇറങ്ങി വന്ന് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ സത്യസന്ധമായി ആത്മാർത്ഥമായി പറഞ്ഞ കാര്യത്തിനടിയിൽ പോയി കമന്റ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെയും ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാർ ഉൾപ്പെടെ, BJPയുടെയും ഒക്കെ നേതാക്കന്മാർ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുക. BJPയുടെ ജില്ലാ പ്രസിഡന്റ്, BJPയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുന്നതാണ് കാണാൻ വേണ്ടിക്കുന്നത്. അവർക്ക് അറിയാതെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് പ്രദർശിപ്പിച്ചത്. സ്നേഹലത റെഡ്ഡിയുടെ ജീവിതം വരച്ചു കാട്ടുന്ന ഈ കാര്യം അറിഞ്ഞ ബോധപൂർവം അത് എഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കുക. സ്നേഹലത റെഡ്ഡിയോടുള്ള വിരോധം എന്ന് പറഞ്ഞാൽ അതിനൊരു ചരിത്രം നോക്കിയാൽ, പണ്ട് കേരള സർവകലാശാലയുടെ കലോത്സവം കോട്ടയത്ത് വെച്ച് തീരുമാനിച്ചു. അപ്പോൾ കോട്ടയത്ത് കലോത്സവം തീരുമാനിച്ചപ്പോൾ അന്ന് സുരേഷ് കുറുപ്പാണ് കേരള സർവകലാശാലയുടെ യൂണിയൻ ചെയർമാൻ. അപ്പം അന്ന് ആ കലോത്സവത്തിൽ മുഖ്യാതിഥിയായി സ്നേഹലത റെഡ്ഡിയുടെ മകളെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം അന്ന് കോട്ടയത്തെ കോൺഗ്രസ്സുകാർ തടയുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ കോട്ടയത്തെ തൊഴിലാളികൾ കോട്ടയം നഗരത്തിൽ കാവൽ നിന്ന് സ്നേഹലത റെഡ്ഡിയുടെ മകൾക്ക് ആ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ഒരുക്കി എന്നത് ഒരു ചരിത്രമാണ്. അപ്പോൾ സ്നേഹലത റെഡ്ഡിയെയും അടിയന്തരാവസ്ഥയുടെ ചരിത്രത്തെയുമെല്ലാം കോൺഗ്രസ്സിന് അന്നും ഇന്നും ഭയമാണ്. ആ ഭയത്തിൽ നിന്നുകൂടിയാണ് ആ പഴയ ചരിത്രം ആരും ഓർമ്മിക്കരുത്. അതുകൊണ്ടാണ് അവർ വീണ്ടും ഇത്തരം വാദങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാര്യത്തിൽ കോൺഗ്രസും BJPയും ലീഗുമെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ചരിത്ര വിരോധത്തിൻ്റെ കാര്യത്തിൽ ഇവരെല്ലാം എത്രമാത്രം ഐക്യപ്പെടുന്നു എന്ന് കാണാൻ വേണ്ടി കഴിയണം. പിന്നെ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകൾക്ക് കുറച്ച് ദേഷ്യമുണ്ട്. കാരണം VD സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ MDMA കോർഡിനേറ്ററായി മാറി എന്നത് നാട്ടുകാർ കണ്ടു. അതിൽ ഞങ്ങൾ നടത്തിയ പ്രതികരണം, അപ്പം അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ വാർത്തകളെ മറച്ചു പിടിക്കാൻ ഇത്തരം കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തി DYFI നഗ്നത പ്രദർശിപ്പിച്ച ആളെ കൂട്ടുന്നു എന്നൊക്കെയുള്ള ഹീനമായ പ്രചരണത്തിലേക്ക് അവർ പോയത്. ശക്തമായ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. നിയമ നടപടികൾ മാത്രമല്ല, രാഷ്ട്രീയമായും ഇതിനെ നേരിടും. ഇപ്പം സ്നേഹലത റെഡ്ഡി ആരാണ് എന്നറിയാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്നേഹലത റെഡ്ഡിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അക്കാര്യത്തിൽ ഇത്തരം പ്രചരണം നടത്തിയ ആളുകളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ചു, സ്നേഹലത റെഡ്ഡിയെ ഓർമ്മിപ്പിച്ചു. സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന ഒരു നടി രാജ്യത്ത് ജീവിച്ചിരുന്നു എന്നും അടിയന്തരാവസ്ഥക്കെതിരായി പൊരുതിയെന്നും സംസ്കാര എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ശ്രദ്ധേയമായ റോൾ നിർവഹിച്ചു എന്നും അവർ നഗ്നയാക്കി ജയിലിനകത്ത് വെച്ച് പീഡിപ്പിക്കപ്പെട്ടുവെന്നും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നും അവർ അടിയന്തരാവസ്ഥ കാലം 77-ൽ ജയിലിൽ നിന്നും പുറത്ത് വന്നിട്ട് 5 ദിവസത്തിനകം മരിച്ചുപോയി എന്നൊക്കെയുള്ള ഒരു വലിയ ചരിത്രം ഈ സമ്മേളന കാലയളവിൽ ഓർമ്മിക്കപ്പെട്ടു. ഇവിടെ നോക്കണ്ടേ, നിങ്ങൾ കാണണ്ടേ, ഇതൊക്കെ ഒന്ന് കാണണം. നിങ്ങൾ ആരും ഇതൊന്നും വാർത്ത കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, കുഴപ്പമില്ല. ഇത്രയും പരിപാടികൾ നടന്നു ഇവിടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട്. എല്ലാം രാഷ്ട്രീയമാണ്. ഈ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് എല്ലാം. അതിൽ ഇവിടെ ഗാന്ധിവധം, സവർക്കറും ഹിന്ദുത്വയും സെമിനാർ നടന്നു. മതം, രാഷ്ട്രീയം, തൊഴിലാളി വർഗം സെമിനാർ നടന്നു. VS ഒരു സമര നൂറ്റാണ്ട് സെമിനാറുകളും പരിപാടികളും നടന്നു. മരണവംശം എന്ന് പറയുന്ന പുസ്തകത്തെ, ഈ PV ഷാജികുമാറിൻ്റെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഡിസ്കഷൻസ് നടന്നു. അങ്ങനെ വന്നിട്ട് ഒരുപാട് അകം കേരളം, പുറം കേരളം, മൈഗ്രേഷൻ്റെ രാഷ്ട്രീയം, ആരുടേതാണ് ഈ ലോകം, സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സ്, 4-ാം തൂണും ഡിജിറ്റൽ കാലവും, തൊഴിലും വിദ്യാഭ്യാസവും നിഷേധിക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ, പലസ്തീൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാവി KN പങ്കെടുത്തുകൊണ്ട്, അരങ്ങിലെ പുതിയ സങ്കേതങ്ങൾ തേടിയുള്ള യാത്ര, അതിജീവനത്തിൻ്റെ ഇടതുബദൽ, ഫോക്ലോറിൻ്റെ സൗന്ദര്യവും പ്രതിരോധവും, ജുഡീഷ്യറിയും ഭരണഘടനയും, ഇന്ത്യൻ വർത്തമാനം, യുവതി സംഗമം നടത്തി, പുഷ്പന്റെ സഹനത്തിൻ്റെ മഹാസൂര്യൻ എന്ന തരത്തിൽ ബെന്യാമിൻ ഉൾപ്പെടെയുള്ള ഒരുവിധം കേരളത്തിലെ സാംസ്കാരിക പ്രമുഖരും രാഷ്ട്രീയ കായിക രംഗത്തെ പ്രമുഖരും ഒക്കെ അണിനിരന്നു. അതുപോലെ തന്നെ ഈ നാടകം നടക്കുന്ന ദിവസം കേരളവും ഇടതുപക്ഷ ജീവിതവും സുനിൽ മാഷുടെ ഒരു പ്രഭാഷണത്തിന് ശേഷമാണ് ഈ നാടകം നടക്കുന്നത്. എന്നിട്ടായി ഇവർ പറയുന്നത് പിന്നെ പ്രതിരോധ പാഠശാല, വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ സംഘപരിവാർ അജണ്ട, പ്രതിരോധ പാഠശാല, ഹിസ്റ്റോറിക്കൽ മൊമെന്റ്സ് ചരിത്ര പ്രദർശനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുക. അത് ബ്രോഷറായിട്ട് തന്നെ ഇറക്കിയതാണ് ഞങ്ങൾ. എന്നിട്ട് ഈ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും BJPക്കാരും ഒറ്റക്കെട്ടായി ഞങ്ങളെ സമ്മേളനത്തെയും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെയും നിലപാടിനെയും ഒക്കെ
തകർക്കാൻ വക്രീകരിച്ച കൃത്രിമമായി നിർമ്മിച്ച വീഡിയോകൾ ഉപയോഗപ്പെടുത്തി അപമാനിക്കാനും ഈ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തെയും നിലപാടുകളെയും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നത് തീർത്തും അപലപനീയമാണ്. നിങ്ങൾ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് പുരോഗമനവാദികൾ എന്ന് പറയുന്ന ഈ കേരള സമൂഹത്തിലെ മാധ്യമ പ്രവർത്തകർ, നിങ്ങൾ ഈ വിഷയത്തെ തുറന്നു കാണിക്കണം. ഈ സമ്മേളനം ഇത്ര മാതൃകാപരമായി നടത്തുന്ന ഒരു സംഘടന വേറെ ഏതാ ഉള്ളത്? നിങ്ങൾ ഈ കഴിഞ്ഞ ഞങ്ങളുടെ സമ്മേളന കാലയളവ് കൂടി പരിശോധിക്കേണ്ട. ഈ സമയത്ത് ഞങ്ങൾ പ്രഖ്യാപിച്ച 25 വീട്, ഞങ്ങൾ 100 വീടിനുള്ള പണം കൊടുത്തവരാ. ഞങ്ങൾ ഈ സമ്മേളന കാലയളവിൽ കേരളത്തിൽ ആദ്യമായി ഒരു യുവജന സംഘടന യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തി. കേരളത്തിൽ DYFI മവാസോ എന്ന് പറയുന്ന ഇൻവെസ്റ്റേഴ്സിനെ വെച്ചുകൊണ്ട് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടത്തി DYFI. കേരളത്തിൽ മനുഷ്യച്ചങ്ങല നടത്തി DYFI. ഞങ്ങൾ എന്തിനാണ് മറ്റൊരു തരത്തിലേക്ക് അശ്ലീല പ്രദർശനം നടത്തി ആളെ കൂട്ടുന്നു എന്നുള്ള പ്രചരണത്തിലേക്ക് ഈ 3 പേരും, BJPയും കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത്? എന്തിനാ ഞങ്ങളെ ഇവർ ഭയക്കുന്നത്? ഞങ്ങൾ 25 വീട് പ്രഖ്യാപിച്ച് 100 വീട് കൊടുക്കുമ്പോൾ എന്തേ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും വയനാട്ടിൽ വീട് കൊടുക്കാത്തത് എന്നല്ലേ ചർച്ച ചെയ്യേണ്ടത്? ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ഓരോ സംഭവങ്ങളും. ആ വിഷയങ്ങളിലേക്കൊന്നും യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇറങ്ങുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ സമ്മേളനങ്ങളുടെ ആ കരുത്തിനെ, ഞങ്ങളുടെ സമ്മേളനങ്ങൾ നടത്തുന്നതിൻ്റെ ആ സംഘടനാ ശേഷിയെ, ഞങ്ങളുടെ സംഘടനാ വൈഭവത്തെ, ഞങ്ങൾ ഇടപെടുന്ന മേഖലകളെ ഒന്നും നിങ്ങൾ ചർച്ചയാക്കുന്നില്ല. ഈ സമയത്തും നിങ്ങൾ മാധ്യമങ്ങൾ താല്പര്യത്തോടു കൂടി വന്നത് ഇങ്ങനൊരു വിവാദം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അതിൽ ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു, ഞങ്ങൾ അതിനെയും രാഷ്ട്രീയമായി നേരിടാനാണ് തീരുമാനിച്ചത്. അതിനെ ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനാണ്, ആ വിഷയത്തെ ഈ സമൂഹത്തിന് മുമ്പിൽ കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുന്ന തരത്തിൽ എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞങ്ങൾ ആലോചിച്ചത്. അടിയന്തരാവസ്ഥയെ ഈ കേരളം ചർച്ച ചെയ്യണം. കോൺഗ്രസിന്റെ വികൃത മുഖത്തെ ഈ അധികാരവർഗം അധികാരം ഉപയോഗിച്ച് സാധാരണ മനുഷ്യരെ എങ്ങനെയാണ് വേട്ടയാടുന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ എങ്ങനെയാണ് ഇല്ലാതെയാക്കുന്നത്, അതിനെയെല്ലാം ഈ കേരളം ചർച്ച ചെയ്യാനുള്ള അവസരമാക്കി ഇതിനെയും ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. ഞങ്ങളുടെ സമ്മേളനം ഇതെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യും. വരും കാലയളവിൽ ഇതുപോലെയുള്ള പ്രതിരോധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. VD സതീശന്റെ MDMA സംഘത്തിന്റെ സോഷ്യൽ മീഡിയക്കൊന്നും ഞങ്ങളുടെ ഇച്ഛാശക്തിയെയും രാഷ്ട്രീയ നിലപാടിനെയും ഒരടി പുറകോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. മെറ്റ ഉപയോഗിച്ചുകൊണ്ട് വാർത്താ മാധ്യമങ്ങളുടെ പോലും കണ്ടന്റുകൾ റിമൂവ് ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ നിർബാധം പ്രചരിക്കുന്നത്. VD സതീശൻ ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. ഈ കണ്ടന്റ് കണ്ടിട്ട് എൻ്റെ നാട്ടിൽ, ഞാൻ ഭരിക്കുന്ന നാട്ടിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടായി എൻ്റെ നാട് മാറി എന്ന തോന്നൽ VD സതീശൻ ഉണ്ടാകണ്ടേ? പുസ്തകം വായിക്കുന്ന ആളാണ് ഞാൻ, കലയെയും സംസ്കാരത്തെയും ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ പോരല്ലോ. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിനെതിരെ വരുന്ന ആക്ഷേപങ്ങൾ, ആ കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ VD സതീശനെതിരെ വരുന്ന ആക്ഷേപങ്ങൾ മെറ്റയിൽ നിന്ന് നീക്കം ചെയ്യാം, ബോധപൂർവ്വം ഇടപെടുക. ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഇത്രയും വികൃതമായി ഒരു കലയെ ചിത്രീകരിക്കുന്നത്, ഒരു രാഷ്ട്രീയത്തെ ചിത്രീകരിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്നുള്ളത് പരിശോധിക്കണ്ടേ? ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി.